എല്ലാവർക്കും നമസ്കാരം. നിങ്ങളതിൻ്റെ കഴിഞ്ഞ വീഡിയോയും അതിനകത്തുള്ള ഹോം ജിമ്മും ഒക്കെ കണ്ടു കാണും. ഇതൊക്കെ ആരെ കൊണ്ട് പറ്റും എന്ന് ഓർത്തും കാണും. സ്പേസ് തന്നെ ഒരു കൺസ്ട്രെയിൻ്റ് ആണ്. ഇങ്ങനെ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ പലതരം കൺസ്ട്രെയിൻസ് അതിലുണ്ട്. നമ്മൾ ട്രാൻസ്ഫറബിൾ ജോബാണ്, ഇത് വലിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് വീട്ടിലുണ്ട്. അവർക്കെല്ലാവർക്കും ഇതുപോലെ എക്സസൈസിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളപ്പോൾ ഈ മെഷീൻ നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് മാത്രമായിട്ടോ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രം ഉണ്ടെങ്കിലൊക്കെ ഇതിൻ്റെ ആവശ്യമില്ല. ഇത് മക്കളൊക്കെ ഉള്ളത് കൊണ്ടാണ്, ഇങ്ങനെയുള്ളവർ അവർ വാങ്ങിച്ചത് കൊണ്ടാണ് ഞാനും അത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അതവിടെ ഉള്ളപ്പോൾ അത് കാണുമ്പോൾ എനിക്കും എക്സസൈസ് ചെയ്യണം എന്ന് തോന്നും. അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ഹാബിറ്റായിട്ട് എക്സസൈസിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതൊന്നും ഇല്ലാതെ നമുക്ക് എക്സസൈസ് ചെയ്യാം, കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യുക. ഹാബിറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരാളുടെ ഇനീഷ്യേറ്റീവ് ഉണ്ട്. ഒരു IIT ഗ്രാജുവേറ്റ് ആണ്, പിന്നെ യോഗ ടീച്ചറാണ്. സൗരഭ് ബോത്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ഇനീഷ്യേറ്റീവ് തുടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ 21 days ഫ്രീ യോഗ ചലഞ്ച്. നമ്മൾ അതിൽ ജോയിൻ ചെയ്താൽ 21 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ഓഫർ ചെയ്യുന്ന 6 ബാച്ചസ് ഓഫ് യോഗ ഉണ്ട്. അതിലേതെങ്കിലും ഒരു ബാച്ചിൽ കയറി നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് എക്സസൈസ് ചെയ്യാം. ഈ ക്ലാസ്സുകളുടെ ഗുണം എന്ന് പറഞ്ഞാൽ അത് രണ്ടായിട്ടാണ്. 2 ടൈപ്പ് ഓഫ് എക്സസൈസ്, 2 ഗ്രേഡിലുള്ള എക്സസൈസസ് അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഒന്ന് അദ്ദേഹം തന്നെ കാണിക്കുന്നു, എന്നെ പോലെയൊക്കെയുള്ള ജോയിൻ്റൊക്കെ പെയിനുള്ള, നിലത്തിരിക്കാൻ വയ്യാത്ത ആളുകളോ അല്ലെങ്കിൽ നല്ല ബെൻഡ് ചെയ്യാനും ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തവർക്കും ഒക്കെ വേണ്ടിയുള്ളത് ഒന്ന്. പിന്നെ ഒരു ചിലപ്പോൾ പുറകിലോട്ട് നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടോ അസിസ്റ്റൻ്റോ ആയിട്ടുള്ള ആൾ, അദ്ദേഹം അത് നല്ല യോഗ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഫിറ്റായിട്ടുള്ളവർക്കും ഒക്കെ ചെയ്യാവുന്ന നല്ല ചലഞ്ചിങ് ആയിട്ടുള്ളത് അദ്ദേഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 45 മിനിറ്റത്തേക്കാണ് ഉള്ളത് വിത്ത് വാം അപ്പ്. പിന്നെ ഓരോ ദിവസം ഇന്നലെ ലോവർ ബോഡി എക്സസൈസസും ഇന്ന് അപ്പർ ബോഡി എക്സസൈസസും ആണ്. എക്സസൈസസ് അല്ല, യോഗ ആണ്. അപ്പോൾ അത് 2 ദിവസം ചെയ്തപ്പോൾ എനിക്കറിയാൻ വയ്യാത്ത ഒരു സാധനമായതുകൊണ്ടാണ് ഞാൻ ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഞാനത് നേരത്തെ പറയാഞ്ഞത്. അപ്പോൾ ഇതറിയാം 2 ദിവസം കൊണ്ട് അത് നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പറയുന്നു. ഇതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഉള്ള ഗുണം, ഇത് ഒരു എക്സസൈസ് പോലെയാണ്. നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഈ എക്സസൈസസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യോഗ ചെയ്യാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുക. 21 ദിവസത്തേക്ക് പഠിക്കുക, ഇനി 19 ദിവസത്തേക്ക് പഠിക്കുക. പിന്നെ അദ്ദേഹം ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നെക്ക് എക്സസൈസസ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ അത് സീക്വൻസിൽ, ഇപ്പോൾ നമ്മൾ പഠിച്ച സീക്വൻസിൽ അത് തന്നെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. പക്ഷേ ഒരു സീക്വൻസ്, ഒരു സ്ട്രക്ചറും അതിലുണ്ട്. ആ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ അപ്ലോഡ് ചെയ്ത വീഡിയോ നോക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് എങ്ങനെയാണ് അതിൽ ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള ലിങ്ക് അടിയിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് 6:30, 7:30, 8:30 രാവിലെ 3 സെഷനുണ്ട്. വൈകുന്നേരം ഉള്ള സെഷൻസ് 5, 6, 7 ഈ 3 സെഷൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന ഏതെങ്കിലും ഒരു സെഷനിൽ നിങ്ങൾക്ക് കയറി നോക്കാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ 6 മണിയുടെ ഈവനിങ്ങും ജോയിൻ ചെയ്താൽ നാളെ നമുക്ക് 6:30 മോർണിംഗും ജോയിൻ ചെയ്യാം. കാരണം ഇത് ഫ്രീ യൂട്യൂബ് ലൈവാണ്, ഫ്രീ ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാം. പിന്നെ ഇവരുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കൊക്കെ വാട്സാപ്പിൽ ഷെയർ ചെയ്യാനുള്ളത് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതെനിക്ക് അറിഞ്ഞുകൂടാ, മറ്റേതെനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ അത് ഇടുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഈ ലൈവ് സെഷനിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തേക്കാം. അതിൻ്റെ അടിയിൽ മീൻസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്കിത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചേരാനുള്ളത് ഉണ്ട്. പിന്നെ രണ്ടാമത്, ഇത് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നമ്മളുടെ പഴയ 10 എക്സസൈസസ് ഫോർ ഡയബറ്റിക്സ് എല്ലാം, നമ്മുടെ കൈയും തോളും കാലും പാദവും എല്ലാത്തിൻ്റെ എക്സസൈസസ് നമ്മളെ ആദ്യകാലത്തെ ഡയബറ്റിസ് എക്സസൈസ് കൊണ്ട് റിവേഴ്സ് ചെയ്യാം എന്ന് പറഞ്ഞ ഡോക്ടർ പ്രസാദ് എന്ന് പറയുന്ന വയനാട്ടിലോ മറ്റോ ഉള്ള ഒരു ഡോക്ടർ പഠിപ്പിച്ചത് വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട്. അത് ചെയ്ത് നെടുമുടി വേണു ഉൾപ്പെടെ ഉള്ളവർ അത് ചെയ്ത് അവരുടെ ഡയബറ്റിസ് കുറച്ചു എന്ന് പറയുന്ന വീഡിയോ TV-യിൽ നമ്മൾ കണ്ടതാണ്. അത് ഡെഫിനറ്റായിട്ട് ഹെൽപ്പ് ചെയ്യും. എക്സസൈസ് ഇല്ലാതെയുള്ള കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ഡാം വെള്ളം തടഞ്ഞു നിർത്തുന്നത് പോലെയാണ്. ഒന്നുകിൽ മരുന്നുള്ള കൺട്രോൾ എന്ന് പറയുന്നത് മഴ പെയ്യുമ്പോഴും ഡാം ഓപ്പൺ ചെയ്യാതെ വെച്ച് നമ്മൾ ഇങ്ങേപ്പുറത്തെല്ലാം വെള്ളപ്പൊക്കം ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. എന്നാൽ നമ്മൾ ഇതുപോലെ ഡയറ്റ് വെച്ച് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ തന്നെ
എക്സ്ട്രീം ഡയറ്റിന് ഫോഴ്സ് ചെയ്ത് കൺട്രോൾ ചെയ്യണം. അത് വിത്തൗട്ട് എക്സസൈസ് ഒരിക്കലും നമ്മൾക്ക് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് റിവേഴ്സൽ ചെയ്യാൻ പറ്റത്തില്ല, പ്രോഗ്രസ് വരാൻ പറ്റത്തില്ല? കാരണം നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും അധികം ഷുഗർ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ മസിൽസിലാണ്. ഈ മസിൽസിൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസും ലിവറിൻ്റെ ലിവർ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആകുമ്പോൾ മസിലിലേക്ക് ഫാറ്റ് എല്ലാം വിട്ട് ഫാറ്റ് എല്ലാം മസിലിലും ഉണ്ട്. അങ്ങനെ ഫാറ്റ് സെൽസ് എല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആകും. അപ്പോഴത്തേക്ക് ബോഡി കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രോഗ്രസ് ചെയ്ത് വരും എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതെന്തൊക്കെയാണെങ്കിലും മസിൽ ഇംപ്രൂവ് ചെയ്താൽ നമ്മൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ഈ മസിൽ ഇംപ്രൂവ് ചെയ്യുമ്പോൾ എങ്ങനെ കുറയും വെച്ചാൽ നമ്മളുടെ എനർജി യൂസ് ചെയ്യുന്ന നമ്മുടെ ബാറ്ററീസ് പോലെ നമ്മുടെ എനർജി റിലീസ് ചെയ്യുന്ന മൈറ്റോകോൺട്രിയനെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. നമ്മുടെ ബേസിക് മെറ്റബോളിക് റേറ്റ് കൂടും, നമ്മുടെ അല്ലാതെ തന്നെ മെറ്റബോളിക് റേറ്റ് കൂടും. ഇതൊക്കെ ആണ് നമുക്ക് എക്സസൈസ് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ. എക്സസൈസസ് മസ്റ്റ്. നമ്മൾ നടക്കാൻ പോകുന്നത് മാത്രം കൊണ്ടാവുകയില്ല. നമ്മൾ ഒന്നുകിൽ ഈ യോഗ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ എൽ വി പ്രസാദിൻ്റെ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക. ഇത് രണ്ടും സാധിക്കാത്ത ആളുകൾ കാണാം. എൽ വി പ്രസാദിൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ അതിലെ എല്ലാ എക്സസൈസും ചെയ്യണം എന്നില്ല. കാരണം ലാസ്റ്റ് വൺസ് ഒക്കെ കുറച്ച് ടഫാണ്. അപ്പം നമ്മൾക്ക് ചെയ്യാവുന്ന ലെവലിൽ ചെയ്യുന്ന അത്രയും തന്നെ അത്രയും ഇമ്പ്രൂവ്മെൻറ്റ് നമുക്കുണ്ടാകും. അപ്പം നമ്മൾ ഈ ഇനിഷ്യേറ്റീവ് തുടങ്ങാതെ ഇരിക്കരുത്. എൽ വി പ്രസാദ് കണ്ണ് ഡോക്ടറാണ്. ഡോക്ടർ പ്രസാദിൻ്റെ എക്സസൈസസ് ഞാൻ എപ്പോഴും എൽ വി പ്രസാദ് എന്ന് പറയും. അത് ഫേമസ് ഐ ഡോക്ടറാണല്ലോ. അപ്പോൾ ഡോക്ടർ പ്രസാദിൻ്റെ എക്സസൈസസ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആദ്യത്തെ ലിങ്ക് സൗരഭ് ബോത്രയുടെ ഇനിയുള്ള സെഷൻസിൽ ഏത് സെഷനിലും ലൈവായിട്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക്, അത് കഴിയുമ്പോൾ ഡോക്ടർ പ്രസാദിൻ്റെ എക്സസൈസസിൻ്റെ ലിങ്ക്, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു വീഡിയോയുടെ ലിങ്കും കൂടെ ഇടുന്നുണ്ട്. ആ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ എണീറ്റ് എക്സസൈസ് ചെയ്യാൻ വയ്യാത്ത ആളുകൾക്ക് ഡോക്ടർ മമ്മി എന്ന് പറയുന്ന ഒരാൾ ഇതിനെല്ലാത്തിനും മുമ്പിൽ ഡയബറ്റിസ് റിവേഴ്സൽ പഠിപ്പിച്ചു. മെഡിക്കൽ കോളേജിലോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോ ഒക്കെ ഇരുന്ന ഒരാൾ ഡയബറ്റിസ് റിവേഴ്സൽ ആര് പറയുന്നതിന് മുമ്പും വലിയ പബ്ലിസിറ്റി ഇല്ലാതെ പഠിപ്പിച്ച ഒരു ഡോക്ടർ മമ്മിയുണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് അതിന് അംഗീകാരം കിട്ടാത്തത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഒരാളുടെ കയ്യിൽ ഇരിക്കുന്ന കണ്ട് ഞാൻ വായിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് അദ്ദേഹം പഠിപ്പിച്ചത് ധാരാളം നമ്മൾ ദിവസവും ആഹാരത്തിൽ പയറ് മുളപ്പിച്ചതോ അതൊക്കെ കഴിക്കുക, ചോറ് കുറയ്ക്കുക, പിന്നെ വീടിൻ്റെ ചുറ്റും ചെടിച്ചട്ടിയിലും ഒക്കെ കോവല്, ചീര ഇങ്ങനെയുള്ളതൊക്കെ നട്ട് കോവലിൻ്റെ ഇലയും തോരൻ വെക്കുക, ഇലക്കറികൾ ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ചോറ് കുറച്ച് ഇതൊക്കെ കൂട്ടുക, ഇങ്ങനെയൊക്കെയുള്ളതാണ് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ മസിൽസ് എക്സസൈസ് ചെയ്യാനും അദ്ദേഹം പഠിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മസിൽസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മസിലിനെ കോൺട്രാക്ട് ചെയ്ത് പിടിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഈ മസിലിനെ കോൺട്രാക്ട് ചെയ്ത് ഇങ്ങനെ പിടിച്ചാൽ കുറച്ച് നേരം എനിക്ക് പിടിക്കാം, കുറച്ച് നേരം കഴിയുമ്പോൾ അത് സ്ട്രെയിനാണ്. ഈ ലിഫ്റ്റ് ചെയ്ത് മസിൽ കോൺട്രാക്ട് ചെയ്തും പിടിക്കുകയാണ്. അപ്പോൾ ഈ മസിലിനെ ഞാൻ എക്സസൈസ് ചെയ്യണം. അങ്ങനെ ഞാൻ കുറേ നേരം പിടിച്ചിട്ട് വിടുമ്പോൾ അതൊരു കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ ഇസ് ആൻ എക്സസൈസ്. അങ്ങനെയുള്ള എക്സസൈസാണ് അദ്ദേഹം പഠിപ്പിച്ചത്. എനിക്ക് അദ്ദേഹം ലൈവ് സെഷനൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല, അങ്ങനെയൊന്നും യൂട്യൂബിലൊന്നും ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലുള്ള എക്സസൈസസിൻ്റെ പടം ഞാൻ അത്ര ക്ലിയർ പോലും അല്ലാത്ത പടം വച്ചാണ് ഞാൻ അന്ന് ആ എക്സസൈസ് പറഞ്ഞു തന്നത്. ആ എക്സസൈസ് ചെയ്യുന്ന ആളുകളെ ഒരാളെന്നോട് പറഞ്ഞു ഞാൻ ഡോക്ടർ മമ്മിയുടെ എക്സസൈസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടും ഗുണമുണ്ട്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ നിർത്തരുത്. കാരണം നിങ്ങൾക്ക് കിടന്ന എക്സസൈസ്, നിങ്ങൾ ചുമ്മാ കിടക്കുമ്പോൾ ആ എക്സസൈസ് ചെയ്യുക, എണീറ്റ് നിൽക്കുമ്പോൾ ഡോക്ടർ പ്രസാദിൻ്റെ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ യോഗ ചലഞ്ചിൽ ചേർന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് 21 ദിവസം, ഇനിയുള്ള 19 ദിവസം യോഗ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളതിൽ ജോയിൻ ചെയ്യാം. നോമിനൽ ഫീസാണ് എന്ന് എന്നോട് അതിലുള്ള എൻ്റെ കൂടെ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ഒരാൾ ഡയബറ്റിസ് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അവർ നല്ലതുപോലെ യോഗ ചെയ്യുകയും ചെയ്യും, അതുപോലെ ലോ കാർബ് ഡയറ്റും ഫോളോ ചെയ്യും. അനാവശ്യമായിട്ടുള്ള ഒരു പാർട്ടിയിലും വന്ന് ആഹാരം അനാവശ്യമായിട്ടൊന്നും കഴിക്കുകയില്ല. അപ്പം അങ്ങനെ നമ്മൾ ഈ യോഗ ചെയ്താൽ തന്നെ നമുക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. പിന്നെ ഡയബറ്റീസിന് 3 സൈഡ് ഉണ്ടെന്ന് നമുക്കറിയാം. ഈ ശാരീരികമായ മസിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, പിന്നെ മാനസികമായ സ്ട്രെസ്സ്, കോർട്ടിസോൾ, അതൊക്കെ, പിന്നെ നമ്മളുടെ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുള്ള ജീവിതം.
അപ്പോൾ നമുക്ക് ഈ ഡോക്ടർ മമ്മിയുടെ എക്സസൈസ് ചെയ്താലും എക്സസൈസാണ്. നമ്മൾ ഈ എക്സസൈസസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് യോഗയോ എന്താണെന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡോക്ടർ പ്രസാദിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാതെ ഇരിക്കുമ്പോൾ വെറുതെ കട്ടിലേക്ക് കിടക്കുമ്പോൾ ഒക്കെ നമുക്ക് ഈ എക്സസൈസസ് ഒക്കെ ചെയ്യാം. ഡോക്ടർ മമ്മിയുടെ ആ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ ഡോക്ടർ മമ്മിയുടെ എക്സസൈസസ് ചെയ്യുമ്പോൾ നമ്മുടെ അത് അഡീഷണൽ എക്സസൈസസ് ആണ്. അങ്ങനെ നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇത് ചെയ്യാം. ഇതത്ര വലിയ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന എക്സസൈസ് ഒന്നും അല്ല. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കാണണം, നിങ്ങൾ എക്സസൈസ് തുടങ്ങണം, അത് അത്യാവശ്യമാണ് കേട്ടോ. എനിക്ക് തന്നെ എൻ്റെ മുഖം നോക്കിയിട്ട് ഇപ്പോൾ ഒരു സന്തോഷം തോന്നുന്നില്ലേ? അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ഹാബിറ്റ്സ് ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ, നമ്മൾ ന്യൂ ഇയറിൽ പുതിയ ഹാബിറ്റ്സ് ഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ്. പക്ഷേ ഇത് കീപ്പപ്പ് ചെയ്യാൻ 21 ദിവസം അദ്ദേഹം ആ പ്രോഗ്രാം ഇട്ടിട്ടുള്ളത് കൊണ്ട് നമ്മളിത് കീപ്പപ്പ് ചെയ്യും. കാരണം നമ്മൾ നോയമ്പ് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്. അത്രയും ഡേയ്സ് ആകുമ്പോൾ നമ്മൾ ആ ഹാബിറ്റിലേക്ക് വീഴും എന്നാണ് ഞങ്ങളുടെ ഒരു ബിഷപ്പ് ഞങ്ങളോട് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഫാസ്റ്റിംഗ് ആണേലും ആഹാരം കുറച്ച് കഴിക്കുന്നതും നോൺ വെജ് കഴിക്കാതിരിക്കുന്നതും ഒക്കെ നമ്മൾ കുറച്ച് ദിവസം ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ആ ഹാബിറ്റ് ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് തുടരാൻ പറ്റും. അപ്പോൾ അതാണ് ആ 21 ഡേയ്സ് ചാലഞ്ച്. ഇനി 19 ഡേയ്സ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഏതെങ്കിലും ഒരു സെഷനിൽ ഒന്ന് കയറി നോക്കുക. ലിങ്ക്സ് എല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി, പ്രോസ്പെറസ് ആൻഡ് വെരി ഹെൽത്തി 2024. നന്ദി, നമസ്കാരം. ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നവരെ ഷെയർ ചെയ്യണം. എൻ്റെ ഷെയർ ചെയ്യണമെന്നില്ല, ആ യോഗയുടെ സെഷന് ഷെയർ ചെയ്ത് ബോണസ് പോയിൻറ്റ്സ് ഒക്കെ വാങ്ങിക്കാം. അപ്പോൾ നന്ദി, നമസ്കാരം.